ഹായ് എരുവൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇ വേ ബിൽ. ജി എസ് ടിയിൽ ഒരു മാൻഡറ്ററി ആയ ഒരു കേസസ് ആണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്. ഇ വേ ബില്ലിനെ കുറിച്ച് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. അല്ലെങ്കിൽ നമുക്കൊരു ഹ്യൂജ് ഫൈൻ വരെ ലഭിക്കാൻ പോകുന്ന ഒരു മേഖലയാണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇ വേ ബില്ല് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. ഇ വേ ബില്ലിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് വേ ബിൽ എന്നാണ്. ഇ വേ ബില്ലിന്റെ ഫുൾ ഫോം. ഓക്കെ. ഇതൊരു ഇലക്ട്രോണിക് ജനറേറ്റഡ് ഡോക്യുമെന്റ് ആണ്. നമ്മളിത് മാനുവലി ക്രിയേറ്റ് ചെയ്യുന്നതല്ല. നമുക്ക് ഗവൺമെന്റ് പോർട്ടൽ വഴി നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഒരു ഇലക്ട്രോണിക് ഡോക്യുമെന്റ് ആണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഒരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് GST ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നമ്മൾ മാറ്റുന്നുണ്ടെങ്കിൽ, മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെന്തായിരിക്കണം? ഇ വേ ബില്ലും മാൻഡറ്ററി ആണ്. ഓക്കെ. അപ്പോൾ GSTയുടെ റൂൾ അനുസരിച്ചിട്ട് ഒരു പ്രൊഡക്റ്റ് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം? ഒരു ഇലക്ട്രോണിക് വേ ബിൽ ആവശ്യമാണ്. അതിനെയാണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇനി വരും ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ അതിന്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നോക്കാം. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് തട്ടിപ്പും കാര്യങ്ങളെല്ലാനും ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ ആ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റ് എന്താണ്, എത്ര എമൗണ്ടിൻ്റെതാണ്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമുക്ക് ഉണ്ടായിരിക്കണം. അൺഅക്കൗണ്ടഡ് ആയിട്ട് ഒരു സാധനം ഒരു സപ്ലയറിലേക്ക് എത്താൻ പാടില്ല എന്ന ഒരു കണ്ടീഷൻസ് കൊണ്ടാണ് ഇ വേ ബിൽ എന്ന് പറയുന്ന ഈ ഒരു സംഭവം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന്, GST റൂൾ പ്രകാരം 138 അണ്ടർ പ്രകാരം എന്ത് ചെയ്തു? 2017 ഈ ഒരു സംഭവം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഇ വേ ബിൽ. നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറയുന്നത് ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഓക്കെ. എന്താ ഇ വേ ബില്ല് എങ്ങനെയാണ് മാൻഡറ്ററി ആവുന്നത്, എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് അതിന് വേണ്ടി വേണ്ടത്. ഇ വേ ബില്ല് രണ്ട് പാർട്ടായിട്ടാണ് ഉള്ളത്. ഒന്ന് പാർട്ട് എ, പാർട്ട് ബി. അപ്പൊ അതിൽ എന്താണ് പാർട്ട് എയിൽ വരുന്നത്, എന്താണ് പാർട്ട് ബി എങ്ങനെയാണ് മാൻഡറ്ററി ആവുന്നത്, അതിന്റെ ഡീറ്റെയിൽസ്, പിന്നെ വെഹിക്കിൾ ടൈപ്പ് എങ്ങനെയാണ്, അതിന്റെ എക്സ്റ്റൻഷൻ എങ്ങനെയാണ്, അതായത് ഒരു ഇ വേ ബില്ല് എക്സ്റ്റൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതി എങ്ങനെയാണ്, ഈ ക്യാൻസലേഷൻസ് എങ്ങനെയാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ വെബിൽ എങ്ങനെയാണ് മാൻഡറ്ററി ആവുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അതായത് ഒരു സാധനം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നു. അത് സെയിൽസ് ആവാം, ട്രാൻസ്ഫർ ആവാം, എന്തുമാവാം. ഓക്കെ. ചിലപ്പോൾ പർച്ചേസ് ആവാം. ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം നമ്മളിലേക്ക് കൊണ്ടുവരുന്നതിന് ഈ വേ ബില്ല് വേണം. നമ്മളിൽ നിന്ന് വേറൊരു കസ്റ്റമറിലേക്ക് കൊടുക്കുന്നതെങ്കിലും ഈ വേ ബില്ല് വേണം. ആ കൊണ്ടുപോകുന്ന ഗുഡ്സിന്റെ വാല്യൂ 50,000 അതിനു മുകളിലോ ആണെങ്കിൽ നിർബന്ധമായിട്ട് അവരെന്ത് ചെയ്യണം? ഈ വേ ബില്ല് എടുത്തിരിക്കണം. ഓക്കെ. അപ്പോ ഇത് ഇപ്പോ അത് മാത്രമല്ല, സെയിൽസിന് മാത്രമായിട്ടല്ല, ബ്രാഞ്ച് ട്രാൻസ്ഫർ. എനിക്ക് മറ്റൊരു ഡിസ്ട്രിക്റ്റിൽ ഒരു കമ്പനി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഉണ്ട്. ഈ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്കോ എനിക്ക് മൂവ് ചെയ്യണമെങ്കിലോ, ഒരു പ്രൊഡക്റ്റ് മൂവ് ചെയ്യണമെങ്കിൽ ആ വാല്യൂസിന്റെ, അതായത് ആ മൂവ് ചെയ്യുന്ന ഗുഡ്സിന്റെ വാല്യൂ 50,000 മുകളിലാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും ഈ വേ ബില്ല് ജനറേറ്റ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് ആ ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ നോൺ സപ്ലൈ. അതായത് നോൺ സപ്ലൈ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രാഞ്ച് ട്രാൻസ്ഫർ, നേരത്തെ പറഞ്ഞു തന്നെ ബ്രാഞ്ച് ട്രാൻസ്ഫർ, എന്റെ ബ്രാഞ്ചിൽ നിന്ന് മറ്റൊരു ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നെങ്കിൽ, പിന്നെ എക്സ്പിഷൻ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഗുഡ്സ് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഇ വേ ബിൽ എടുത്തിരിക്കണം. അതുപോലെ തന്നെ ഇമ്പോർട്ട് എക്സ്പോർട്ട്, അതായത് ഇമ്പോർട്ട് ചെയ്യാനോ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ നമ്മുടെ പ്രൊഡക്ട്സ് ആ ഒരു ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും അവിടെ ഇ വേ ബില്ല് എടുത്തിരിക്കണം. ഇനി എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഇ വേ ബില്ല് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളത് എന്നുള്ളത് നോക്കാം. ഒരു ഇൻവോയ്സസ് ഉണ്ടായിരിക്കണം. സെയിൽസ് ആണെങ്കിൽ ഒരു ഇൻവോയ്സസ് ഉണ്ടായിരിക്കണം. ഒരു ബ്രാഞ്ച് ട്രാൻസ്ഫർ ആണെങ്കിൽ ഒരു ഡെലിവറി നോട്ട് ഉണ്ടായിരിക്കണം. ഒരു ട്രാൻസ്ഫർ ഓഫ് ഗുഡ്സ് ആണെങ്കിൽ GRN, അങ്ങനെ പല ഡോക്യുമെന്റ്സുകൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കണം.
അങ്ങനെ ഉണ്ടായി. ഇൻവോയ്സസ് ആണെങ്കിൽ അതിന്റെ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, വാല്യൂ, അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉണ്ടായിരിക്കണം. ഇനി സപ്ലയർ, പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് സപ്ലയർ റെസിപ്പിയന്റിന്റെ GST നമ്പർ ഉണ്ടായിരിക്കണം. രണ്ട് രീതിയിൽ ഈ വേ ബില്ല് എടുക്കാം. ഒന്ന് സെല്ലർക്ക് എടുക്കാം, ഒന്നെങ്കിൽ ബയ്യേഴ്സിന് എടുക്കാം. ഓക്കെ. അത് ഞാനൊരു സാധനം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ പർച്ചേസ് ചെയ്യുന്ന വ്യക്തിക്ക് കൊടുക്കാം, ആ സാധനം എനിക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്കും വേണമെങ്കിൽ എടുക്കാം. ഏതിലൊരാൾ എടുത്താൽ മതി. ഓക്കെ. അപ്പോൾ ആ രീതിയിൽ എടുക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് സപ്ലയറിന്റെ GST നമ്പറോ അല്ലെങ്കിൽ റെസിപ്പിയന്റിന്റെ GST നമ്പറോ ആവശ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ ഒരു ഐഡന്റിഫിക്കേഷൻ കോഡാണ് HSN നമ്പർ എന്ന് പറയുന്നത്. ആ HSN നമ്പറും എന്ത് ചെയ്യണം, നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ അതുപോലെ തന്നെ പ്ലേസ് ഓഫ് ഡെലിവറി, എവിടേക്കാണോ നമുക്ക് ഈ പ്രൊഡക്റ്റ് ഡെലിവറി ചെയ്യേണ്ടത് ആ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ്. ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളുടെ സ്വന്തം വെഹിക്കിൾ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിക്കായിരിക്കാം നമുക്ക് കൊടുത്തിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ ആ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയുടെ പേര് എന്താണ്, ഏത് വെഹിക്കിളിലാണ് പോകുന്നത്, ഏതാണ് ഡ്രൈവർ, അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ. ഇത്രയും ഇൻഫർമേഷൻസ് ആണ് നമുക്ക് വേണ്ടതായിട്ടുള്ളത്. സെക്കൻഡ്, ഈ വേ ബില്ലിലെ പാർട്ട് എ, പാർട്ട് ബി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഇതിന് രണ്ട് ഭാഗമായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒന്ന് പാർട്ട് എ, പാർട്ട് ബി. പാർട്ട് എ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ നിർബന്ധമായും വേണ്ട കുറച്ച് കാര്യങ്ങൾ മാൻഡറ്ററി ആയിട്ട്, അതാണ് പാർട്ട് എ. അതായത് ഏത് സപ്ലയർ ആണോ, ഏത് ടൈപ്പ് ട്രാൻസാക്ഷൻസ് ആണോ വരുന്നത്, അതുപോലെ തന്നെ ഇൻവോയ്സ് നമ്പർ, ഇൻവോയ്സ് ഡേറ്റ്, എത്ര വാല്യൂയുടെ എമൗണ്ട് ആണ്, ആ മൂവ് ചെയ്യുന്ന പ്രൊഡക്റ്റിന്റെ HSN നമ്പർ, പിന്നെ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് ഇത് മൂവ് ചെയ്യുന്നത്. പർപ്പസ് മീൻസ് നമ്മൾ സെയിൽസ് ആയിരിക്കാം, ചിലപ്പോൾ റിട്ടേൺ ആയിരിക്കാം, ചിലപ്പോൾ ട്രാൻസ്ഫർ ആയിരിക്കാം, ഇന്റർണൽ ട്രാൻസ്ഫർ ആയിരിക്കാം. ഓക്കെ. അങ്ങനെ ചെയ്യുന്നതിന് ഇത്രയും ഡീറ്റെയിൽസ് പാർട്ട് എയിൽ മാൻഡറ്ററി ആണ്. ഇനി പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്ന മെയിൻ കാരണം ട്രാൻസ്പോർട്ട്, അത് ഏത് ടൈപ്പ് ട്രാൻസ്പോർട്ടേഷൻസ് ആണ് അതിന് ആവശ്യമായിട്ട് വരുന്നത്, അതാണ് പാർട്ട് ബിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ മൂവ് ചെയ്യുന്ന ഈ ഒരു ഗുഡ്സ് റോഡ് വഴിയാണോ, റെയിൽ മാർഗമാണോ, എയർ മാർഗമാണോ, ഷിപ്പ് വഴിയാണോ, ഏത് രീതിയിലാണ് ഈ പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് അറിഞ്ഞിരിക്കണം. അത് ഏത് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി വഴിയാണ് നമ്മൾ പോകുന്നത്, ആ ട്രാൻസ്പോർട്ടേഷൻ ഏജൻസിയുടെ ഡീറ്റെയിൽസ് വേണം. ഏത് വെഹിക്കിൾ ആണോ ആ വെഹിക്കിളിന്റെ ഡീറ്റെയിൽസ് വേണം. അതുപോലെ തന്നെ ഏത് കണ്ടെയ്നർ ആണോ, കണ്ടെയ്നറിലാണെങ്കിൽ ആ കണ്ടെയ്നർ ഡീറ്റെയിൽസ്. അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ പറയുന്ന പാർട്ട് ബിയിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലാണ്, ഒന്ന് പാർട്ട് എ, ഒന്ന് പാർട്ട് ബി. ഓക്കെ. ഇനി പാർട്ട് ബിയെയും പാർട്ട് എയും മാൻഡറ്ററി ആക്കുന്ന കാര്യങ്ങൾ നോക്കാം. പാർട്ട് ബി മാൻഡറ്ററി അല്ലാത്ത കേസസ് നോക്കാം. അതായത് നമ്മളൊരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത്. ഈ വേ ബില്ല് ജനറേറ്റ് ചെയ്യുന്നത് 50 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ നമുക്ക് എന്ത് വേണ്ട, ഈ പറയുന്ന പാർട്ട് ബിയുടെ ആവശ്യം നമുക്ക് അവിടെ വരുന്നില്ല. അതേ സ്ഥാനത്ത് 50 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ ഏത് ട്രാൻസ്പോർട്ടറാണ് ഇത് കൊണ്ടുപോകുന്നത്, ചിലപ്പോൾ നമ്മളൊരു പാർസൽ ഏജൻസിനായിരിക്കും ഏൽപ്പിച്ചിട്ടുണ്ടാവും. ആ പാർസൽ ഏജൻസിയുടെ ഡീറ്റെയിൽസ് വേണം, ഏത് വെഹിക്കിളിലാണ് പോകുന്നത്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പാർട്ട് ബിയിൽ അപ്ഡേറ്റ് ചെയ്യണം. ഇനി ഡിഫറെന്റ് സ്റ്റേറ്റ് ആണെങ്കിൽ ഏത് സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത്, അതിന്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പാർട്ട് ബിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇൻഫോം ചെയ്യണം. ഇതിന്റെ പ്രാക്ടിക്കൽ ക്ലാസ്സസിൽ നമുക്ക് അതൊരു പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഇൻപുട്ട് നമുക്ക് അതിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. വെഹിക്കിൾ ടൈപ്പ് ആൻഡ് ട്രാൻസ്പോർട്ട് നമ്മൾ പറഞ്ഞില്ലേ, വെഹിക്കിൾ ടൈപ്പ് നമ്മൾ ഓൾറെഡി പാർട്ട് ബിയിലാണ് ഈ ഒരു കേസസ് വരുന്നത്. അങ്ങനെ വരുമ്പോഴുള്ള കേസസ് നമുക്ക് നോക്കാം. ഓക്കെ. അതായത് വേ ബില്ലിൽ പാർട്ട് ബിയിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസ് ഇൻക്ലൂഡ് ആയിട്ട് വരുന്നത്. ഒരു വെഹിക്കിളിൽ ഒരു പ്രൊഡക്റ്റ്, ഒരു ഗുഡ്സ് മൂവ് ചെയ്യുന്നു. ആ മൂവ് ചെയ്യുന്ന സമയത്ത് അത് റോഡ് മാർഗമാണെങ്കിൽ ഏത് വെഹിക്കിളാണ്, ഏത് ട്രാൻസ്പോർട്ടറാണ് എന്നുള്ളത് നമുക്ക് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്തിരിക്കണം. അതല്ല റെയിൽ മാർഗമാണെങ്കിൽ, ഷിപ്പ് വഴി എയർ മാർഗമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ്സ് നമ്മളെ കയ്യിൽ ഉണ്ടാവണം. അതായത് റെയിൽ മാർഗമാണെങ്കിൽ റെയിൽവേ റിസിപ്റ്റ്സ് നമ്പർ ഉണ്ടാവണം, എയർ മാർഗമാണെങ്കിൽ എയർവേ ബിൽ ഉണ്ടാവണം, ബിൽ ഓഫ് ലോഡിംഗ് ഉണ്ടായിരിക്കണം. മസ്റ്റ് ബി ഇത് അതിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്താണോ അത് എല്ലാം നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. നെക്സ്റ്റ്, നമുക്ക് രണ്ട് രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക,
ഈ ഒരു ഇ വേ ബിൽ സിസ്റ്റം ട്രാൻസ്ഫർ ചെയ്യുന്നത് വെഹിക്കിളിലേക്ക് മാറ്റുന്നത്. ഒന്ന് റെഗുലർ വെഹിക്കിൾ, അതായത് നമ്മളുടെ വെഹിക്കിൾ അനുസരിച്ചിട്ട് നമുക്ക് നോർമൽ ട്രക്കിലോ ലോറിയിലോ നമുക്ക് എന്ത് ചെയ്യാം, മൂവ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യും, റെഗുലർ വെഹിക്കിൾ എന്ന് പറയാം. അത് കൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു കാർഗോ കമ്പനിയെ ഏൽപ്പിക്കുക, കാർഗോ വെഹിക്കിളിനെ നമുക്ക് ഏൽപ്പിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അത് വേറൊരു ട്രാൻസ്പോർട്ടർ ആയിട്ടായിരിക്കും നമ്മൾ മാനേജ് ചെയ്യാം. ഇനി ഇതിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത്, ഒരു റെഗുലർ വെഹിക്കിൾ ആണെങ്കിൽ ഒരു ദിവസം 200 കിലോമീറ്റർ ആണ് അതിന്റെ വാലിഡിറ്റി. അതായത് ഞാനൊരു പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, നമ്മളിപ്പോൾ ഓൾറെഡി തൃശ്ശൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് നമ്മൾ ചെയ്യുന്നതെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ടോ, 260 കിലോമീറ്റർ ആണെങ്കിൽ നമുക്ക് 2 ഡേയ്സ് ആണ് അതിന്റെ വാലിഡിറ്റി കിട്ടുക. അതായത് നമ്മളിപ്പോൾ 400 കിലോമീറ്റർ ആണ് നമ്മൾക്ക് ഒരു പ്രൊഡക്റ്റ് മൂവ് ചെയ്യുന്ന, അതായത് നമ്മൾ ഡെലിവറി ലൊക്കേഷൻസ് എങ്കിൽ നമുക്ക് 2 ഡേയ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, ഈ വെബിലിന്റെ വാലിഡിറ്റി കിട്ടുക. അതേ സ്ഥാനത്ത് നമ്മൾ കാർഗോ വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് ഒരു ദിവസം 20 കിലോമീറ്റർ ആണ് അതിന്റെ വാലിഡിറ്റി. അതായത് ഒരു 400 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് നമുക്ക് ഒരു ഗുഡ്സ് കാർഗോ ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഇ വേ ബില്ലിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 400/20 ഡേയ്സ് ആയിരിക്കും അതിന്റെ വാലിഡിറ്റി. ഓക്കെ, അത് വെഹിക്കിളിനനുസരിച്ചിട്ട് ഓരോ ഇ വേ ബില്ലിന്റെയും വാലിഡിറ്റി വ്യത്യാസമായിരിക്കും. ഓക്കെ, അത് നിങ്ങൾ മനസ്സിലാക്കാം. ഇനി എക്സ്റ്റൻഷൻ നോക്കാം. അത് ഇ വേ ബില്ല് എങ്ങനെ നമുക്ക് എക്സ്റ്റൻഷൻ ചെയ്യാം. അതായത് നമ്മൾ ഇ വേ ബില്ലിന്റെ എക്സ്പയർ ഡേറ്റ്, എൻഡ് ഡേറ്റിന് 8 അവേഴ്സിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് എക്സ്റ്റൻഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആ പറയുന്ന ഡെസ്റ്റിനേഷനിൽ നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല, അങ്ങനെയാണെങ്കിൽ ആ 8 മണിക്കൂറിന് മുന്നേ, അത് എൻഡ് ചെയ്യണതിന്റെ 8 മണിക്കൂറിന് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ എക്സ്റ്റെൻഡ് ചെയ്യാം, വാലിഡിറ്റി എക്സ്റ്റെൻഡ് ചെയ്യാം. ഇനി ക്യാൻസലേഷൻ പ്രൊസീജിയർ, അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത് 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കേസ് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ചില കേസസിൽ നമുക്ക് ഷിപ്പ് വന്നിട്ടുണ്ടാവില്ല, നമുക്ക് ഇൻവോയ്സ് ചെയ്യുന്നുണ്ടാവും, ചിലപ്പോൾ ഷിപ്പ് വന്നിട്ടുണ്ട്, അങ്ങനെ പല റീസൺസുകളുണ്ടാവും. ആ റീസൺ കാണിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു ഇ വി ബില്ല് ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിന്റെ ഒരു സമ്മറി ഒന്ന് നോക്കാം. ഇ വേ ബില്ലിന്റെ റൂൾ വരുന്നത് റൂൾ 130 ഓഫ് CGST റൂൾ 2017. ഇത് പ്രകാരമാണ് നമുക്ക് ഇ വേ ബില്ല് എന്ത് ചെയ്തിരിക്കുന്നത്, ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ ത്രെഷോൾഡ് എന്ന് പറയുന്നത് 50,000 അതിനു മുകളിലുള്ള ഗുഡ്സ് മൂവ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇ വേ ബില്ല് എന്ന് പറയുന്ന സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഒരു സാധനം 50,000 മുകളിൽ നിന്ന് 50,000 50,000 അതിന് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഇ വേ ബില്ല് എടുത്തിരിക്കണം. ഓക്കെ, ഇനി പാർട്ട് ബി എപ്പോഴാണ് മാൻഡറ്ററി അല്ലാത്തത് എന്നുള്ളത് നോക്കാം. ഒരു സാധനം മറ്റൊരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക്, നമ്മളുടെ പ്ലേസിൽ നിന്നും വേറൊരു പ്ലേസിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് അത് 50 കിലോമീറ്ററിന് താഴെയാണെങ്കിൽ പാർട്ട് ബി മാൻഡറ്ററി അല്ല. അതല്ല, 50 കിലോമീറ്ററിന് മുകളിലാണെങ്കിൽ അവിടെ പാർട്ട് ബി മാൻഡറ്ററി ആണ്. പാർട്ട് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻസിന്റെ ഡീറ്റെയിൽസ്, ആരാണോ കൊണ്ടുപോകുന്നത്, ഏത് വെഹിക്കിളിലാണോ കൊണ്ടുപോകുന്നത്, ഏത് ട്രാൻസ്പോർട്ടേഷൻ ഏജൻസി വഴിയാണ് പോകുന്നത്, അതിന്റെ ഡീറ്റെയിൽസ് ആയിരിക്കും പാർട്ട് ബിയിൽ നമ്മൾ കൊടുക്കുക. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വാലിഡിറ്റി ആണ്. ഒരു റെഗുലർ വെഹിക്കിൾ ആണെങ്കിൽ, നമ്മൾ ഒരു സാധാരണ ഒരു വെഹിക്കിളിലോ ലോറിയിലോ കൊണ്ടുപോകുന്നതാണെങ്കിൽ ഒരു ദിവസം 200 കിലോമീറ്റർ വരെയാണ് അതിന്റെ ഇൻവോയ്സ്, ഈ ഇൻവോയ്സിന്റെ വാലിഡിറ്റി. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ ഒരു ഡിസ്റ്റൻസ് നമുക്ക് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അതിന്റെ വാലിഡിറ്റി സിസ്റ്റം തന്നെ ജനറേറ്റഡ് ആവും. ഓക്കെ, ഇനി കാർഗോ വെഹിക്കിൾ ആണെങ്കിൽ പെർ ഡേ നമുക്ക് 20 കിലോമീറ്റർ വെച്ചാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു 200 കിലോമീറ്റർ ആണ് നമ്മൾ പോകുന്ന ഡെസ്റ്റിനേഷൻസിലേക്ക് ഉള്ളതെങ്കിൽ കാർഗോ വെഹിക്കിൾ ആണെങ്കിൽ നമുക്ക് 10 ഡേയ്സ് വരെ നമുക്ക് ആ ഒരു ഇ വേ ബില്ലിന് വാലിഡിറ്റി കിട്ടും. റെഗുലർ ഇൻവോയ്സ് ആണെങ്കിൽ 200 കിലോമീറ്റർ 1 ഡേ, 400 കിലോമീറ്റർ ആണെങ്കിൽ 2 ഡേയ്സ് വരെ നമുക്ക് ആ ഒരു ഇ വേ ബില്ലിന് വാലിഡിറ്റി കിട്ടും. ഇനി അതിന്റെ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്, നമുക്ക് ഈ ഒരു സമയത്ത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് 8 അവേഴ്സ് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, അതായത് എക്സ്പയർ ഡേന് 8 അവേഴ്സ് മുന്നേ നമുക്ക് എന്ത് ചെയ്യാം, ഇത് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ്, ഇത്ര റീസൺ പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇനി ഇത് ക്യാൻസൽ ചെയ്യണം, ഇ വേ ബില്ല് ജനറേറ്റ് ചെയ്ത് ഇ വേ ബില്ല് ക്യാൻസൽ ചെയ്യണം. അതായത് നമ്മൾ ജനറേറ്റ് ചെയ്ത് 24 ഹവേഴ്സിനുള്ളിൽ, ഇന്ന് നമ്മളൊരു 12 PM ചെയ്യുന്നതെങ്കിൽ അടുത്ത ഡേ 12 PM മുന്നായിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അത് ക്യാൻസലേഷൻ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇ വേ ബില്ലിൽ വരുന്നത്.
അപ്പോൾ ഈ ഒരു കേസസ് നമുക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സസ് എല്ലാവരും നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ്സസ് ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യാം, ഇത് മനസ്സിലാക്കുക. അപ്പോൾ എന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ മെസ്സേജ് വാട്സപ്പ് ഗ്രൂപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.